സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാടിലെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ്. ധോണി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ലീഡ് കോളേജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വളരെ നല്ലൊരു കോളേജാണ്. ഒരുപാട് പ്രകൃതി ഭംഗിയും കിളികളും ഭയങ്കര രസമാണ് ഈ കോളേജിൽ. ഇവിടുത്തെ കുട്ടികളും സാറന്മാരും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഉറപ്പാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കലക്കും. ഓക്കെ, ഈ പറക്കും തളിക ഇത് കണ്ട് ചിരിക്കാത്തതായി ആരുമില്ല. ഇപ്പോഴും അതിലെ സീൻസ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. ഇതിൽ ദിലീപേട്ടൻ്റെ ഒരു മനോഹരമായ ഒരു പുകഴ്ത്തലുണ്ട്. കൊച്ചിൻ അനീബ ചെയ്ത ക്യാരക്ടറിനെ പുകഴ്ത്തുന്ന ഒരു സംഭവം. അതെങ്ങനെയാണ് പുകഴ്ത്തുന്നതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ലീഡ് കോളേജിലെ നല്ല ചുറുചുറുക്കുള്ള MB ആൻഡ് MCA കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഭാവി വാഗ്ദാനങ്ങളാണ്. ഇവരിൽ വിദ്യാഭ്യാസം മാത്രമല്ല ഒരുപാട് വെറൈറ്റി കഴിവുകളുള്ളവരാണ്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഒരാളെ വിളിക്കാം. ആദ്യം ആരാണ് വരുന്നത്? വ്യക്തിയാണ്. പേരെന്താണ് അദ്ദേഹത്തിൻ്റെ? ഋഷി രാമചന്ദ്രൻ. പാലക്കാട് തന്നെയാണ്. പാലക്കാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. നാടിന്റെ കുന്തിരികമായ രോമാഞ്ച കഞ്ചുഗതനായ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ CI കുറുപ്പ് സാർ. നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. വെറും കുറുപ്പല്ല, വീരപ്പൻ കുറുപ്പാണ്. സാധാരണ വീരപ്പനാണെങ്കിലോ ആൾക്കാരിനെ കൊല്ലുകയുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ആൾക്കാരിനെ എങ്ങനെ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. കാക്കിയിട്ട എന്തോ വലിയ ചക്രവർത്തിയാണെന്നാണ് അയാളുടെ വിചാരം. ഒരു മൂന്നാംകട ഗുണ്ടയുടെ രൂപവും പന്നിയുടെ ചായയുള്ള അയാളിനെ കണ്ട മനസ്സിലായില്ല. കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത് കണ്ട അയാളിനെ റോട്ടിലിട്ട് ഇടിച്ച് ചവിട്ടി കൊട്ടി ചമ്മന്തിയാക്കി കളയുന്നത്. കാണിച്ച കാലിന്റെ ആക്ഷൻ ഒന്ന് കാണിച്ച എങ്ങനെ ചവിട്ടിക്കൊട്ടി ചമ്മന്തിയാക്കി കളയും. അത് കാണുമ്പോൾ രസമുണ്ട് കേട്ടോ. ഒരു മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പ് പോലെയുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്തതിനും അതിനൊക്കെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്തതിനും അയാളുടെ MG റോട്ടിലിട്ട് ഓടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഓടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കി കളയും. എന്നാ പിന്നെ ഞാൻ പോയി അവന് കഞ്ഞി എടുത്ത് നോക്കിയിട്ട്. വളരെ മനോഹരമായ ഒരു ആക്ടിംഗ് ആയിരുന്നു. അതിനുശേഷം പാടാൻ കൂടി കഴിവുള്ള ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുകയാണ്. ആരാണ്? വരൂ, ഇപ്പുറത്ത് ഒരു അനന്ത് കൂടെ വരൂ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? അനന്ത് എവിടെ? നാട് എവിടെയാണ്? എൻ്റെ വീട് എറണാകുളം പെരുമ്പാവൂരിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഓക്കെ, എങ്ങനെയുണ്ട് കോളേജിനെ കുറിച്ച്? എനിക്ക് കോളേജ് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നല്ല വൈബാണ്, ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ പ്രധാനമായി പറയാൻ മറന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്. ആരുടെ? ഞങ്ങളുടെ പ്രിയപ്പെട്ട തൊമ്മൻ സാർ. തൊമ്മൻ സാർ ഞങ്ങളുടെ പ്രിൻസിപ്പൾ, ഡയറക്ടർ പ്രിൻസിപ്പൾ. അപ്പോൾ ഇദ്ദേഹം തൊമ്മൻ എന്ന് പറഞ്ഞ ആൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഇവരോടൊപ്പം സുഹൃത്തായി നിൽക്കുന്ന ഒരാളാണ്. അതെ. ഏത് പാട്ടാണ് ഇത് പാടാൻ പോകുന്നത്? ഞാൻ എന്താണ് ഈ മൗനം എന്ന് പറഞ്ഞൊരു സോങ് ആണ് പാടാൻ പോകുന്നത്. വെരി ഗുഡ്. എന്താണ് ഈ മൗനം മായാനായി മാത്രം, എന്താണ് എന്താണ് എന്താണ്, എന്താണ് ഈ മേഘം തോരാതെ പെയ്യാൻ, എന്താണ് എന്താണ് എന്താണ്, നാം ഒന്നാകും ഈരാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു, ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു, ആരാരും കാണാതെ ആരോമൽ പൂന്തിങ്കൾ ആരാരിന്നുള്ളം തേടുന്നു, എന്താണീ മൗനം മായാനായി മാത്രം, എന്താണ് എന്താണ് എന്താണ്, എന്താണീ മേഘം
തോരാതെ പെയ്യാൻ എന്താണ് അടിപൊളി പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല പഠിക്കണല്ലോ. വളരെ നല്ലോണം പാടി. ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യരുണ്ട്, ഞങ്ങളുടെയൊക്കെ അഭിമാനമായ രോമാഞ്ച കുന്തിരികമായ നോർത്ത് പോലീസ് സ്റ്റേഷൻ CI കുറുപ്പ് സാർ. വെറും കുറുപ്പ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ആൾക്കാരെ വലിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി ഒരു പരുവാക്കുന്ന, എല്ലും തോലാക്കുന്ന ഒരു മനുഷ്യനാണ്. മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസാണ് അയാൾ. ഇങ്ങേരെ കാക്കിയിട്ടാൽ താനൊരു ചക്രവർത്തിയാണെന്നാണ് പുള്ളിയുടെ ഒരു വിചാരം. ഇങ്ങേരെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാംകട ഗുണ്ടയുടെ കഴിവും മൂന്നാംകട ഗുണ്ടയുടെ ഒരു ഛായയും പന്നിയുടെ രൂപമുള്ള ഇയാളെ കൈ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ MG റോട്ടിൽ കുനിച്ചിർത്തി ചവിട്ടി അരച്ച് MG റോട്ടിൽ കുനിച്ചിർത്തി. നീ എറണാകുളക്കാരനാണെന്ന് പറയും MG റോഡ് എപ്പോഴും പറയണ്ട. MG റോട്ടിന്റെ നടുക്കീർത്തി കുനിച്ചിർത്തി കൂമ്പിനിടിച്ച് മണ്ണെണ്ണ വായിലൊഴിച്ച് പിന്നെ ബാക്കിലൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ എവിടെ ഇടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. വായ തീയിൽ കത്തിച്ച് ചാമ്പലാക്കും. എന്താണ്? വായല് തീ കത്തിച്ച് ചാമ്പലാക്കും, തിരി കത്തിച്ച് ചാമ്പലാക്കും. ഞാൻ റെഡി, നമുക്ക് പോവാം. യെസ്, എന്താണ് പേര്? ആദിത്യ. ആദിത്യ. എവിടെയാണ്? തൃശ്ശൂരാണ് വീട്. തൃശ്ശൂരാണോ? ഓക്കെ. അപ്പോ ഓക്കെ, റെഡി, ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഞങ്ങളുടെ നാടിന്റെ രോമാഞ്ചമായ കുന്തിരിക്കമായ നമ്മുടെ സ്വന്തം വീരപ്പൻ സത്യത്തിൽ ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ഇനിയൊരു വലിയൊരു മനുഷ്യനുണ്ട്, ഈ നാടിന്റെ രോമാഞ്ച കഞ്ചുകനായ നാടിന്റെ കുന്തിരിക്കമായ നമ്മുടെ സ്വന്തം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI കുറുപ്പ്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, വീരപ്പൻ കുറുപ്പെന്ന നാട്ടുകാർക്ക് അറിയത്തുള്ളൂ. പിന്നെന്താ വീരപ്പൻ ആളോ ഡീസന്റ് ആണ്, കൊല്ലുകയുള്ളൂ. എന്നാൽ ഇദ്ദേഹമോ ചവിട്ടി കൂട്ടി അരച്ച് ചമ്മന്തിയാക്കി കളയും. അങ്ങനെയൊക്കെ എല്ലാം തോലുമാക്കി കളയും. മനുഷ്യരക്തം ഊറ്റിക്കൊടുക്കുന്ന DTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൽ അദ്ദേഹം ചക്രവർത്തിയാണെന്നാണ്. രാവണനോ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഞാനൊരു ചക്രവർത്തിയാണെന്നാണ് അദ്ദേഹം അല്ല അവരുടെ ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ രൂപവും പന്നിയുടെ ചായമുള്ള അദ്ദേഹത്തെ എന്റെ കയ്യിൽ കിട്ടിയ ചവിട്ടി കൂട്ടി ചമ്മന്തിയാക്കി കളയും. എന്നെ പോലെയുള്ള പാവങ്ങളുടെ ദേഹത്ത് മെക്കിട്ട് കയറുന്ന മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത അദ്ദേഹത്തിന് MG റോഡിന്റെ നാട്ടുകാരുടെ മുമ്പിൽ MG റോഡ് കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കി കളയും. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്. ഇവിടെ എല്ലാരെയും ഹെൽപ്പ് ചെയ്ത് ഒരുപാട് സ്ക്രിപ്റ്റ് ഒക്കെ ബൈ ഹാർട്ട് ആക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എന്താണ് മോന്റെ പേര്? എന്റെ പേര് ജോസൻ എന്നാണ്. എവിടെയാണ് നാട്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരിയാണ്. ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനെ പറ്റി എനിക്ക് പറയാനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകനായ ഈ നോർത്ത് സ്റ്റേഷന്റെ CI കുറുപ്പ് സാർ. ഇത് ആക്ട് ചെയ്യണം. ആക്ടിങ്ങിന് ഞാൻ ഇച്ചിരി വീക്കാണ്, ട്രൈ ചെയ്ത് നോക്കും. ഇനി മറ്റൊരു വലിയ മനുഷ്യനെ പറ്റി എനിക്ക് പറയാറുണ്ട്. എന്താണ്? മറ്റൊരു വലിയ മനുഷ്യനെ പറ്റി എനിക്ക് പറയാനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ നമ്മുടെ എല്ലാം രോമാഞ്ച കഞ്ചുകനായ ഈ നോർത്ത് സ്റ്റേഷനിലെ CI കുറുപ്പ് സാർ. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും. പക്ഷെ എന്നാ ഈ കുറുപ്പ് സാറാണേലും മറ്റുള്ളവരെ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് ഇഞ്ചിഞ്ചാക്കി എല്ലും തോലുവാക്കി കളയും. സത്യമല്ലേ?
കാക്കിയിട്ടാൽ ആളൊരു വലിയ ചക്രവർത്തിയാണെന്നാണ് വിചാരം. പിന്നെ ബാക്കിയുള്ള മനുഷ്യന്റെ രക്തം ഊറ്റി കുടിക്കുന്ന വലിയൊരു രക്തരക്ഷസും കൂടെ പുള്ളി. അതെ, DTS രക്തരക്ഷസാണ് പുള്ളി. കാക്കിയിട്ടാൽ താൻ വലിയൊരു ചക്രവർത്തിയാണെന്നാണ് അയാളുടെ വിചാരം. ഒരു മൂന്നാംകിട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള ഇയാളെ എന്റെ കൈ കിട്ടിയാറുണ്ടല്ലോ, ആ ചവിട്ടി പിടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. മനസ്സിലായത്? ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ സൂര്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇങ്ങേരെയൊക്കെ ഉണ്ടല്ലോ, MG റോട്ടിൽ കൂടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഓടിച്ച് കൂമ്പിനിടിച്ച് എന്നാ ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് മൂട്ടിട്ട് വായിൽ തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം കേട്ടോ. എനിക്ക് നിങ്ങളുടെ പണവും മണ്ണാങ്കറ്റ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി, അത് മതി. എന്താണ് പേര്? ഗോകുൽ. ഏതിനാണ് പഠിക്കുന്ന? ഏതിനാണ്? MBA തന്നെ ഇവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തത്. നാട്? എൻ്റെ പേര് നോയൽ ജെയ്സ്, ഞാൻ ഇടുക്കിക്കാരനാണ്, കട്ടപ്പന. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനെ പറ്റിയാണ് പറയാനുള്ളത്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകനായ നോർത്ത് സ്റ്റേഷനിലെ CI കുറുപ്പ് സാർ. ഈ നാടിൻ്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകനായ നോർത്ത് പോലീസ് സ്റ്റേഷൻ CI നമ്മുടെയൊക്കെ സ്വന്തം കുറുപ്പ് സാർ. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവും. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുകയേ ഉള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ആൾക്കാരെ പിഴിഞ്ഞ് എല്ലും തോലുമാക്കി കളയും. മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൽ താനൊരു ചക്രവർത്തി എന്നാണ് അയാളുടെ വിചാരം. ഇങ്ങേരെ എന്റെ കയ്യിൽ കിട്ടിയാൽ ചവിട്ടി അരച്ച് ചമ്മന്തിയാക്കി കളയും ഞാൻ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുകയും ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാതെ എവനെയൊക്കെ ഉണ്ടല്ലോ, MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി കൂമ്പിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇപ്പൊ മനസ്സിലായാന്ന്. എന്താ മോന്റെ പേര്? അഭിനന്ദ്. നാട്? എറണാകുളത്ത് കൊലഞ്ചേരി. എന്താ പേരെന്താണ്? പേര് അമൽ. അമൽ. എവിടെയാണ് വീട്? പത്തനംതിട്ട. ആക്ഷൻ. ഇനി മറ്റൊരു വലിയ കഥാപാത്രമുണ്ട്. ഈ നാടിന്റെ കുന്തിരികമായ രോമാഞ്ച കഞ്ചുകനായ നോർത്ത് സ്റ്റേഷനിലെ CI കുറുപ്പ് സാർ. നമ്മുടെ നാട്ടിലെ പൊന്നോമനെ. നമ്മുടെ നാട്ടിലെ കുന്തിരിക്കവും രോമാഞ്ച കുഞ്ചിതവുമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നോർത്ത് സ്റ്റേഷനിലെ SI CI കുറുപ്പ് സാർ. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. വീരപ്പൻ എന്ത് പാവമാണ്, ആൾക്കാരെ കൊല്ലുകയുള്ളൂ. കാക്കിയിട്ട ഒരു രക്തരക്ഷസാണ് അയാൾ. ഇങ്ങനെ ഇയാളെ പോലുള്ളവരൊക്കെ എന്റെ കൈ കിട്ടിയ ചമ്മന്തിയാക്കി ചവിട്ടി അരച്ച് തേച്ച് കളയും. ക്രൂരനാണല്ലേ? കാക്കിയിട്ടാല് താനൊരു ചക്രവർത്തിയാണെന്നാണ് പുള്ളിയുടെ വിചാരം. ഒരു മൂന്നാംകട ഗുണ്ടയുടെ രൂപവും പന്നിയുടെ മുഖവും ഉള്ള അയാളെ എന്റെ കൈ കിട്ടിയാല് ചവിട്ടി അരച്ച് ചമ്മന്തിയാകും. ഇത് ചമ്മന്തി അല്ല, ഇത് പേസ്റ്റ് ആയി കാണും ഈ ചവിട്ടില്. പാവപ്പെട്ടവര് ജീവിക്കാൻ സമ്മതിക്കാത്ത അങ്ങനെയുള്ളവരെയൊക്കെ MG റോഡിൽ ഓടിച്ചിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ വെച്ച് കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിയിട്ട് ചമ്മന്തിയാക്കി അവിടെ ചമ്മന്തിയാണ് കത്തിക്കണ്ടേ? കത്തിച്ച് കളയണം, കത്തിച്ച് ചാരമാക്കി കളയണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ഉമ്മന്റെ പേരൊന്നുകൂടെ? സിദ്ധാർത്ഥ് എവിടെയാണ്? ഇടുക്കിയിലാണ്. കട്ടപ്പന. ഓക്കെ, അപ്പൊ റെഡി, തുടങ്ങാം. ആക്ഷൻ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകതനായ നോർത്ത് പോലീസ് സ്റ്റേഷൻ CI കുറുപ്പ് സാർ. വെറും കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായില്ല. വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. വീരപ്പൻ എന്തൊരു ഡീസന്റാ, ആൾക്കാരെ കൊല്ലുകയുള്ളൂ. ഈ വീരപ്പനാണാലോ ആൾക്കാരെ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലുമാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന രക്തരാക്ഷസാണ് ഇയാൾ. DTS രക്തരാക്ഷസനാണ് ഇയാൾ. കാക്കിയിട്ടാൽ ചക്രവർത്തിയാണെന്നാണ് അയാളുടെ വിചാരം. അടുത്ത മൂന്നാംകട ഗുണ്ടയുടെ ചായയും അല്ല, ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ ഷേപ്പുമുള്ള ഇവന്റെയൊക്കെ കൈ കിട്ടിയ ഞാൻ ചവിട്ടി അരച്ച് ചമ്മന്തിയാക്കി കളയും. ചമ്മന്തിയാക്കി കളയും. ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുകയും ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിന്റെ നടുക്ക് ആളുകളുടെ മുന്നിലിട്ട് കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച് ബൈക്കില് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് വായില് തിരിയിട്ട് ഇവനെയൊക്കെ കത്തിച്ച് ചാമ്പലാക്കി. തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്.
ഇനി മറ്റൊരു കഥ നിന്റെ അല്ലല്ലേ എന്റെ പേര് വിഘ്നേഷ്. വിഘ്നേഷ് എവിടുന്ന? തിരുവനന്തപുരം. റെഡി ആക്ഷൻ. ഇനി മറ്റൊരു വലിയ കഥാപാത്രമുണ്ട്. ആരാണ്? നമ്മുടെ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകതനായ നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ CI, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറയണം. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ വീരപ്പനാണെങ്കിൽ എന്ത് പവാ, അയാൾ ആൾക്കാരെ കൊല്ലേ ഉള്ളൂ. ഇയാളാണെങ്കിലോ ഇഞ്ചിഞ്ചായി ഇടിച്ച് എല്ലും തോലും ആക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു രക്തരക്ഷസാണ് അയാൾ. അല്ലാതെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്ത് തരം രക്ഷസാണ്? DTS രക്തരക്ഷസാണ് അയാൾ. കാക്കിയിട്ടാൽ അയാൾ ഒരു ചക്രവർത്തിയാണെന്നാണ് അയാളുടെയൊക്കെ ഒരു ധാരണ. പന്നിയുടെ മൂക്കും ഒരു മൂന്നാംകട ഗുണ്ടയുടെ മുഖച്ചായി, ഒരു മൂന്നാംകട ഗുണ്ടയുടെ രൂപവും പന്നിയുടെ മൂക്കും, ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപവുമുള്ള ഇയാളെയൊക്കെ MG റോഡിലിട്ട് കുടിച്ചിരുത്തി കൂമ്പിലിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. പ്രശ്നമൊന്നുമില്ല, ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ ഇതാണ് ആശാൻ. ഗൗതമന്റെ മനോഹരമായ ചിരിയാണ്. നന്നായിട്ടുണ്ട്. ഗൗതം എവിടെയാണ്? ഞാൻ തൃശ്ശൂര്. തൃശ്ശൂർ മണ്ണുത്തി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇത്ര നേരമൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, ഇനിയിപ്പോ ഇവിടെ വരുമ്പോ ഇനി ഓർമ്മയൊന്നും ഉണ്ടാവില്ല, എനിക്കറിയാം. റെഡി ആക്ഷൻ. ഇനി മറ്റൊരു വലിയ കഥാപാത്രത്തിന്റെ പോയി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല, വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. കുറുപ്പ് ആളെന്തൊരു ഡീസന്റാ, ആൾക്കാരെ വീരപ്പൻ ആളെന്തൊരു ഡീസന്റാ, ആൾക്കാരെ കൊല്ലേ ഉള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ആൾക്കാരെ ഇടിച്ച് ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. കാക്കിയിട്ട മനുഷ്യരക്തം കുടിക്കുന്ന ഒരു TS കാക്കിയിട്ട താനൊരു ചക്രവർത്തിയാണെന്നാണ് ആളുടെ വിചാരം. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള ആളെ കണ്ട ചവിട്ടിയടിച്ച് ചമ്മന്തിയാക്കാൻ തോന്നും. എന്നിട്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ മെക്കെട്ട് കയറാനും ഞങ്ങളുടെ മനസമാധാനം കളയുന്ന അയാളെ MG റോഡില് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചിർത്തി കൂമ്പിട്ടിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് പേര്? ക്രിസ് തോമസ് വിജു. മൈക്കാൻ പിടിക്കണം. ക്രിസ് തോമസ് വിജു. മൈക്കാൻ പിടിക്കതാ. ക്രിസ് തോമസ്. ഈ മൈക്ക് ഞാൻ പിടിക്കാൻ. എവിടുന്നാണ്? തിരുവല്ല. റെഡി ആക്ഷൻ. ഇനി മറ്റൊരു വലിയ കഥാപാത്രത്തെ കുറിച്ച് പറയാം, മനുഷ്യനെ കുറിച്ച് പറയാനുണ്ട്. ഈ നാടിന്റെ കുഞ്ചിരിക്കമായ രോമാഞ്ച കുരുതിരമായ കയ്യിന്ന് പോയി. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. രോമാഞ്ച വരുന്നില്ലെന്ന് വരണ്ടേ. കുന്തിരിക്കവും പിന്നെ രോമാഞ്ച കുന്തിരവുമായ വീണ്ടും കുന്തിരിക്കും. രോമാഞ്ച കഞ്ചുതനായ നോർത്ത് SI വീരപ്പൻ സാർ, കുറുപ്പ് സാർ. ഓക്കെ, കുറുപ്പ് സാർ. വീരപ്പൻ എത്ര പാവുക, ആൾക്കാരെ കൊല്ലത്തേ ഉള്ളൂ. പക്ഷെ ഈ വീരപ്പനോ ആൾക്കാരെ വീരപ്പക്കുറുപ്പോ വരട്ടെ, സമയമുണ്ട്. എനിക്ക് വീരപ്പക്കുറുപ്പോ ആൾക്കാര് ഇഞ്ചിഞ്ചായി വരട്ടെ. എന്തുവാടാ 2 വർഷം പഠിക്കാനുള്ളതല്ലടാ. ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് അടിക്കുകയും എല്ലാം ചെയ്യും, എല്ലും തോലുമായി മാറ്റുകയും ചെയ്യും. അയാൾ കാക്കിയിട്ടാൽ അയാളാണെങ്കിൽ ഒരു ചക്രവർത്തിയാണെന്ന് വിചാരം. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പിന്നെ പന്നിയുടെ മോച്ചായുമുള്ള അയാളെ രൂപമുള്ള അയാളെ
ഞങ്ങൾ കാണുകയാണെങ്കിൽ MG റോഡിൽ കുനിച്ചു നിർത്തി ബാക്കില് മണ്ണെണ്ണ ഒഴിച്ച് പിന്നെ വായിലാണെങ്കിൽ തിരി ഒഴിച്ച് തിരി കത്തിച്ച് ഇടിച്ച് ചാമ്പലാക്കി ദേഷ്യം വരട്ടെ എനിക്കല്ല നിനക്ക്. ഓക്കെ 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 അതാണ് എന്റെ എന്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് അഭിപ്രായം. മുണ്ടിൽ ചെളി പുരളരുത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മതി പറ, പുരളരുത്. ട്രോളോളം കിട്ടി മതി. നമ്മൾ നാളെയും കാണണ്ടേ, ഇങ്ങനെയൊന്നും പറയരുത്. ജിമ്മിൽ പോകുന്നുണ്ട് കറക്റ്റായിട്ട് കാണുമ്പോൾ പറയും. പേരെന്താണ്? അർജിത്ത്. ആർജിത്ത്. എവിടെയാണ് അത്? എറണാകുളം ആലുവയിലാണ്. റെഡി ആക്ഷൻ. അല്ല തുറക്കെങ്ങനെയായിരുന്നു? ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. നാടിന്റെ കുന്തിരിക്കമായ രോമാഞ്ച കഞ്ചുകനായ നോർത്ത് പോലീസ് സ്റ്റേഷൻ CI കുറുപ്പ് സാർ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആളുകളെയൊക്കെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി കൊന്ന് എല്ലും തോലും ആക്കുന്ന ഒരു എന്താണ് രാക്ഷസ മനുഷ്യ രക്തം കുടിക്കുന്ന ഒരു രക്തരാക്ഷസനാണ്. കാക്കിയിട്ടാൽ ഇയാളുടെ ഒക്കെ ഒരു വിചാരം വലിയ ചക്രവർത്തിയാണെന്നാ. പക്ഷെ മൂന്നാംകട ഗുണ്ടയുടെ ഛായയും പന്നിയുടെ രൂപമുള്ള ഇയാളെ കണ്ട കുനിച്ചെടുത്ത് കൂമ്പിനിട്ടടിച്ച് ചവിട്ടിക്കൂട്ടി ചമ്പന്തിയാണ്. ഞങ്ങളുടെ പോലുള്ള പാവം കണ്ട് മനസ്സമാധാനം കളയുന്ന ഞങ്ങളുടെയൊക്കെ മേക്കെട്ട് കയറുന്ന ഇങ്ങനെയുള്ളവരെ കിട്ടിയാൽ MG റോഡില് കുനിച്ചിരുത്തി MG റോഡിന്റെ നടുക്കിൽ വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചിരുത്തി കൂമ്പിനടിച്ച് ബാക്കിൽ മണ്ണെണ്ണ വെച്ച് വായില് തിരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഭയങ്കര രസമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ആ ലാസ്റ്റത്തെ റാപ്പ് രീതി അത് പറഞ്ഞാണ്. ഈ റാപ്പ് രീതി ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊരു മ്യൂസിക് ഇട്ട് കൊടുക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെയുള്ളവരെ എന്റെ കൈ കിട്ടിയാൽ MG റോഡിൽ കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് വായില് മണ്ണെണ്ണ കഴിച്ച് തിരി കത്തിച്ച് ഇത്രേ ഉള്ളൂ പോരാ. എവിടെ നാട്? എറണാകുളം. എന്താണ് പേര്? അഭിഷേക് അരുൺ. നാട് അടൂർ, പത്തനംതിട്ട. അപ്പൊ നമുക്ക് ആ ചൂടോട് സ്ക്രിപ്റ്റ് മറക്കണ്ട, പെട്ടെന്ന് തന്നെ പറയാം. റെഡി ആക്ഷൻ. എനിക്ക് പിന്നെ പറയാനുള്ളത് ഒരു വലിയൊരു മനുഷ്യനാണ്. ഈ നാടിന്റെ കുന്തിരിക്കമായ ഞങ്ങളുടെ സ്വന്തം രോമാഞ്ചം കുഞ്ചുകനായ നോർത്ത് പോലീസ് സ്റ്റേഷൻ CI കുറുപ്പിനെ പറ്റിയാണ്. വെറും കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. വീരപ്പൻ കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. കുറുപ്പ് എന്ത് പാവ, ആൾക്കാരെ കൊല്ലുകയുള്ളൂ. ഇയാളാണെങ്കിൽ ആൾക്കാരെ ഇടിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് എല്ലും തോലുമാക്കി മനുഷ്യരക്തം കുടിക്കുന്ന ഒരു TTS, മനുഷ്യരക്തം കുടിക്കുന്ന രക്തം കുടിക്കുന്ന ഒരു DTS രാക്ഷസനാണ് അയാൾ. രക്തരാക്ഷസനാണ്. കൈ കിട്ടിയ ചവിട്ടിയരിച്ച് ചമ്മന്തി കളയും. അയാളാണ് കാക്കിയിട്ടാല് മൂന്നാകട ഗുണ്ടയാണെന്നാണ് വിചാരം. പന്നിയുടെ രൂപമുള്ള അയാളാണ് കാക്കിയിട്ട രാജാവ് ആണെന്ന കാക്കിയിട്ട് അയാൾ വലിയ ചക്രവർത്തിയാണെന്നാണ് അയാളുടെ വിചാരം. അയാളുടെ വിചാരം എന്താണ്? ചക്രവർത്തി. ഞാൻ ചക്രവർത്തി. പക്ഷേ വേറൊരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപവുമാണ് അയാൾക്ക്. എന്റെ കൈ കിട്ടിയ MG റോട്ടിൽ കുനിച്ചു നിർത്തി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വയലിൽ തിരികേറ്റി ചാമ്പലാക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. അല്ലേ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. യെസ്. അപ്പോൾ എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. പക്ഷേ നമുക്ക് അതിൽ നിന്ന് 1-2 പേർക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞിട്ട് മോശമായി എന്നുള്ളതല്ല അതിനർത്ഥം. ആദ്യം ഞാൻ വിളിക്കുന്നു മിസ്റ്റർ ഗൗതം. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ വക ഒരു ഗിഫ്റ്റ്. അവരുടെ തന്നെ ഒരു പെന്നുണ്ട്. ഇത് കോപ്പി അടിക്കാനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, കാരണം വളരെ മനോഹരമായ ഒരു പെന്നാണ്. ഓക്കെ. പിന്നെ വേൾഡ് ഗോൾഡൻ പെർഫ്യൂമാണ്. നല്ല രസമുള്ള പെർഫ്യൂമാണ് കേട്ടോ. നമ്മുടെ ഷോയിലേക്ക് ആദ്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു വന്ന മിസ്റ്റർ ഋഷിയെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഋഷി,
ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, ഒരു മനോഹരമായ പെന്ന്, മോസ്റ്റ് കസ്റ്റമർ പ്രിഫർ ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഫ്രണ്ട്സിനെ കൂടി. ഇത്രയും ആൺകിടാങ്ങളുടെ ഇടയിലെ ഒരു പെൺതരി ആദിത്യക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ചെറിയ ഉപഹാരം. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ ലീഡ് കോളേജ് ധോണിയിലെ കണ്ടല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണെന്ന്. എല്ലാവരും നല്ല രസകരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് ഇവിടെ തന്നെ കാണാം. അതുവരെയും ഗുഡ് ബൈ.